ഹായ് ഫ്രണ്ട്സ്. അതെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാട്ടാ. സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട്. പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ ആൾക്കാർ കിട്ടുക. എനിക്കിപ്പോൾ ഞാൻ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ ആളാണ്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ഇന്നിപ്പോൾ 458 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് ഞാൻ എനിക്കായി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കുറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന കമൻറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് മിസ്സായി പോവും. അതെങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ തോന്നുകയാണ്. അപ്പോൾ നിങ്ങളെ തിരിച്ചും സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കൂട്ടാക്കണേ, ന്യൂ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇടും. പക്ഷേ ന്യൂ ഫ്രണ്ട് കൂട്ടാക്കണേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 ദിവസം കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിലും അത് അൺസബ്സ്ക്രൈബ് ആയി പോവും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മൂന്ന് വീഡിയോ എങ്കിലും, അല്ലെങ്കിൽ ഒരു 4 വീഡിയോ, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ കണ്ടിട്ട് അതിൽ കമൻറ്റ് ഇടുന്ന എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഞാൻ ഫ്രണ്ട്സ് ആക്കാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. പരമാവധി നമ്മൾ കൂട്ടാക്കണേ, ന്യൂ ഫ്രണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാണ്ടിരിക്കുക. അങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഫ്രണ്ട് ആക്കിയാലും അത് അൺഫ്രണ്ടായി പോയിട്ട് അത് ഞാൻ ചെയ്യണതല്ല, അത് യൂട്യൂബിൻ്റെ ഒരു സിസ്റ്റം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ കമൻറ്റ് ഇടുന്നത് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കമൻറ്റ് ഇടുക. പരമാവധി കൂട്ടാക്കണേ, ന്യൂ ഫ്രണ്ട് എന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്താലും അത് അൺസബ്സ്ക്രൈബ് ആയി പോകും. അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണേ. എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും അത് ഉണ്ടാവാണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റെ വീഡിയോസ്, എൻ്റെ ചാനൽ, എൻ്റെ ഫാമിലിനൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.